ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തു പറയുന്നു, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്നിപ്പോൾ ഒരു 8 മണിയായിട്ടോ എഴുന്നേൽക്കാനായിട്ട്. മോന് സ്കൂളിലൊന്നും പോകണ്ട, എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ. സോ എഴുന്നേറ്റൊന്ന് ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പുറത്ത് പോയതുകൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം കാറിൽ ചെളിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം അകത്ത് കയറ്റിയിടാമെന്ന് കരുതി ഇങ്ങനെ പുറത്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കമ്പിയില്ലേ ഞാൻ ഈ പിടിച്ചിരിക്കുന്നത്, ഇത് നമ്മുടെ അവക്കാഡോ വരെ ഒരു ശിഖരം താന്ന് കിടന്നു കേട്ടോ. അതിനകത്ത് നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ, അവക്കാഡോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ കമ്പി കുത്തി വെച്ചിരുന്നത്. അപ്പോൾ മിക്കുള്ളവരും ചോദിച്ചു അതെന്താ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നേ, കാര്യം നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ പെയിൻറ്റൊക്കെ ഈ ഒരു കമ്പി കാരണം കുറേയൊക്കെ ഇളവ് കേട്ടോ. പെയിൻറ്റ് നമുക്ക് പിന്നെ ആയാലും അടിക്കാമല്ലോ, ഈ ഒരു സീസണിലല്ലേ നമുക്ക് അവക്കാഡോ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സീസൺ വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് വലിയ കാര്യമാക്കിയില്ല. എന്നെ അകത്തൊന്നും കാണാഞ്ഞിട്ട് ഒരാൾ ഇതേ തിരക്കി വന്നിട്ട് എവിടെ പോയിരുന്നു സാറ്? പാട്ട് പാടിയോ? കൊള്ളാം. കാറ് കഴുകിയിടാത്ത എന്ത്? ഇപ്പൊ കഴിവണോ? അച്ചാച്ചൻ കഴുകിയിട്ടേക്കുവാണെന്ന് തോന്നുന്നു. കഴുകി ഇനി തുടയ്ക്കണം. കഴുകി ഇട്ടിട്ട് നനഞ്ഞ് മഴ പെയ്ത് തുടയ്ക്കണം. അതെ, ഇനിയിപ്പോൾ തുടയ്ക്കാം. ഒന്ന് വെയിലൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് തുടച്ചിട്ട് അകത്തിടാം. ലോക്കല്ലേ ഇടാ? ശേഷം ലോക്ക് തുറന്നായിരുന്നോ? നീ എവിടെ പോണ്? വൃത്തിയാക്കിയിട്ടേക്കോ, കേറരുത്. വൃത്തിയാക്കിയിട്ടിരിക്കുക. അത്യാവശ്യം വന്നിട്ട് തുടച്ചിട്ട് നമുക്ക് അകത്തെടുത്തിടാം. അപ്പോഴേ നമുക്ക് രാവിലത്തെ കലാപരിപാടികൾ അങ്ങ് ആരംഭിക്കാമല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തുടങ്ങാം. ഇന്നിപ്പോൾ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഞാൻ പ്ലാൻ ആക്കിയിരിക്കുന്നത്. ഇന്നലേൻ്റെ തലേന്നേ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. കാര്യം ഇന്നലെ അത് ഉണ്ടാക്കാമെന്ന് കരുതി, പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയില്ല. ഇന്നലെ വേറെ എന്തോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അതെടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അപ്പോൾ ഇന്നാണ് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കട്ടാക്കി എടുക്കുവാണ്. ഇന്നലെ പിന്നെ നേരത്തെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടിട്ട് ഞാൻ രാത്രിയിൽ ഇതൊന്നും കട്ടാക്കി വെക്കാനായിട്ട് ഇരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പയ്യെ ചെയ്യാമെന്ന് കരുതി നേരത്തെ ഞാനും മോനും കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ നന്നാക്കി വെക്കാറാണ് പതിവ്. നിങ്ങളെൻ്റെ ചില ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തീരുമ്പോൾ എല്ലാം ഒരുമിച്ചങ്ങ് തീരും, അതാണ് പാട്. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്നൊന്നായിട്ട് എന്താ പറയുക, അരിഞ്ഞ് പറക്കിയൊക്കെ ഇടുവാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ഗ്രീൻ പീസ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല, കടലക്കറിയാണ് ഇവിടെ കൂടുതലും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രീൻ പീസിനൊരു 4-5 വിസിൽ മതിയായിരിക്കും എന്നൊരു ഊഹാപോഹത്തിലൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കുവാണ്. അമ്മയോട് വിളിച്ച് ചോദിച്ചതുമില്ല. അപ്പോൾ എന്തെങ്കിലും വരട്ടെ, വെന്ത് പോയാലും കുഴപ്പമില്ല. എന്തായാലും ഇറച്ചിക്ക് കൊടുക്കുമ്പോൾ നല്ല ഉടച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ എന്തായാലും വെന്ത് പോയാലും പ്രശ്നമില്ല, വെന്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിസിലടുപ്പിക്കാം എന്നൊരു ധാരണയിൽ ഞാനങ്ങ് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി പാല് കാച്ചി എടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റാഗി കഴിഞ്ഞു കേട്ടോ. റാഗി പൊടിച്ച് വെച്ച് ഒരു ബക്കറ്റ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോൾ രാവിലെ വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് അങ്ങനെ പാക്കറ്റ് ഞാൻ മേടിക്കാറില്ല. റാഗി മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് അങ്ങനെ എടുക്കാറാണ് പതിവ് കേട്ടോ. ഇതിപ്പോൾ ഉണക്കാനുള്ള വെയിലും ഇല്ല, അതുകൊണ്ട് പിന്നെ മേടിച്ചിട്ടും കാര്യമില്ല. അത് കഴുകിയിട്ട് നല്ല ഉണങ്ങിയില്ലെങ്കിൽ പൂത്തു പോവും. പിന്നെ അത് കലക്കി കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ റാഗി ഇതുവരെ കടയിൽ നിന്ന് മേടിച്ചതുമില്ല പൊടിക്കാനായിട്ട്. ഒന്ന് വെയിൽ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ചൂടുവെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ മോന് 2 ദിവസമായിട്ട് ഈ മാഗി കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവന് ഞാൻ 2 ദിവസം മുന്നേ മാഗി കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ വോമിറ്റിങ് തുടങ്ങി കേട്ടോ. പിന്നെ അത് കഴിച്ചിട്ടാണോ വേറെ എന്തെങ്കിലും കഴിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു ബോധത്തിൽ എന്താ പറയുക, മാഗി തന്നെ ആയിരിക്കും എന്നൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ വോമിറ്റ് ചെയ്തു. ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടിട്ട് അവനെ സ്കൂളിൽ വിടുന്നില്ല ഇപ്പോൾ 2 ദിവസമായിട്ട്. ഇന്നിപ്പോൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറിയ ആൾ ഓക്കെയാണ്. എന്നാലും ഞാൻ സ്കൂളിലേക്ക് വിട്ടില്ല, ഹോസ്പിറ്റലിലും കൊണ്ടുപോയില്ല. കുറച്ചുകൂടെ നോക്കട്ടെ എന്ന് കരുതി. അവൻ ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ കൊണ്ടുപോയേനെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഋഷിക്കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചിലർ തിരക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് പറയുന്നതാണേ. അപ്പോൾ എന്താ പറയുക, നമുക്ക്
ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പോൾ കറിക്കുള്ളതൊക്കെ ഞാൻ അടുപ്പിലാക്കി. ഇതിപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവും കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ ഋഷി കഞ്ഞി മാത്രമാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട്, അത് കൊടുക്കാൻ എനിക്കൊരു മനസ്സില്ല. ഇനിയിപ്പോൾ അടുത്ത വീണ്ടും വൊമിറ്റ് എങ്ങാനും ചെയ്താലോ, എത്രയൊക്കെയായാലും അത് മൈദയില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ബ്രെഡൊന്നും കൊടുത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇനിയിപ്പോൾ കോഫി ഇട്ട് തരട്ടെ കുടിക്കുമോ എന്ന് ചോദിച്ചു. അവനതൊന്നും വലിയ ശീലമില്ല. അപ്പോൾ അത് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു ഇടിയപ്പം അങ്ങ് അടുപ്പിലാക്കിയ ശേഷം അവനുള്ള കോഫി ഉണ്ടാക്കാമെന്ന് കരുതി അവിടെ കാർട്ടൂൺ ഇട്ട് ഇരുത്തിയേക്കുവാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 10K യൂട്യൂബ് ഫാമാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള അഹങ്കാരമൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമൻസും കൂടിയൊക്കെ പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി സന്തോഷമാവും. അത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് ഓരോ ക്രിയേറ്റേഴ്സിനും അതങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം തോന്നിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ ഓരോ കമൻസും. അപ്പോൾ ഈ ഒരു 10K ആയതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഗീവ് അവേ നടത്താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയാം. അതായത് ഞാൻ 19 തീയതി മുതലാണ് ഗീവ് അവേ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ രാത്രിയിൽ ഇട്ട വീഡിയോസ് ഉണ്ട്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, അങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഞാൻ നിങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള കമൻസാണ് നിങ്ങൾ എനിക്ക് പറയേണ്ടത്. ആ ഒരു റിപ്ലൈ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അതാണ് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് ലവ്, എന്താ പറയുക, തംസപ്പ്, അല്ലാണ്ടുള്ള ഇമോജീസ്, അതൊന്നുമല്ല. നിങ്ങൾ കമൻറ്റ് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മുടെ ഗീവ് അവേ വിന്നറിനെ ഞാൻ അതിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് 20 വീഡിയോസ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റിലെല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കും. നെക്സ്റ്റ് 20 വീഡിയോസിലും എല്ലാത്തിലും നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. ഞാൻ എഴുതി വെച്ചിരിക്കും കേട്ടോ. എന്നിട്ട് ലോട്ട് ഇട്ടായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ തന്നെ 1, 2, 3 വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലോട്ട് ഇട്ട് ഞാനത് എടുക്കും. ഒന്നുകിൽ ഒരു ലൈവായിട്ട് വരും, അല്ലെങ്കിൽ ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കും കേട്ടോ. എല്ലാം എഴുതുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം സത്യസന്ധമായി നടക്കത്തുള്ളൂ കേട്ടോ. ഒരു അടിപൊളി സമ്മാനമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കമൻറ്റൊക്കെ ഇട്ടു, അത് വേണം ഇത് വേണം, ടോപ്പ്, എന്താ പറയുക, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് ഐറ്റംസ് എല്ലാം. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓൾറെഡി ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സജഷനിലൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ്, അത് ഉറപ്പാണ്. അപ്പോൾ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അതിപ്പോൾ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ പരീക്ഷണങ്ങളൊന്നും എൻ്റെ ഫേസിൽ, ഹെയറിൽ നടത്താറുമില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട് കേട്ടോ. അതായത് ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് മാസ്കാണ്. ഈ ഒരു ഷീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. 20 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ മുഖത്ത് അങ്ങ് തേച്ചൊട്ടിച്ചങ്ങ് വെക്കണം. അതിൻ്റെ അകത്ത് കണ്ണും മൂക്കും വായും എല്ലാം ഉണ്ട് കേട്ടോ. ആഫ്റ്റർ 20 മിനിറ്റ്സ് നല്ലൊരു മസാജോട് കൂടി ഇതങ്ങ് ഇളക്കണം. ഭയങ്കര റിസൾട്ടെന്ന് പറയുമ്പോൾ വെളുക്കുന്ന സംഭവമല്ല, പക്ഷേ ഫേസ് നല്ല ഷൈനിങ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഫേസ് തൊടുമ്പോൾ ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നത്തില്ല, അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ടൈം ഉണ്ട് നമുക്ക്. അപ്പോൾ അതുവരെ ഒരു ബുക്ക് വായിക്കാമെന്ന് കരുതി. നമ്മുടെ അഖിൽ പി ധർമ്മജൻ ഓഥറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് അശ്വതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വായിച്ച് തീർന്നിട്ട് ചേച്ചിക്ക് കൊടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഇത് കുറച്ചെങ്കിലും വായിക്കാമെന്ന് കരുതി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വായിച്ചാൽ പിന്നെ നിർത്താൻ തോന്നില്ല. എല്ലാ ബുക്കും ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊക്കെ വലിച്ചൂരി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത്, ഇത് വന്ന പാക്കറ്റില്ലേ, അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ലിക്വിഡുണ്ട്. അതും കൂടി നമ്മൾ കയ്യിലൊഴിച്ചിട്ട് അതുപോലെ മുഖത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം. ഒരു മസാജ് പോലെ നമ്മൾ കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇതിങ്ങനെ തന്നെ ഫേസിൽ കിടക്കട്ടെ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട, എല്ലാ വീഡിയോസിനും കമൻസ് ഇട്ടോളൂ. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ശരിക്കും ഇഷ്ടമാവുന്നുണ്ടോ, അതോ ഈ ഒരു ഗീവ് അവേ കണ്ടതിൻ്റെ പേരിലാണോ നിങ്ങൾ എനിക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും സത്യം എന്നോട് പറയണം, വീഡിയോസ് ഇഷ്ടമായിട്ടാണോ കമൻറ്റ് ചെയ്യുന്നത്, അതോ ഗീവ് അവേയുടെ പേരിലാണോ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ. ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.